ഈ ജമാഅത്തെ ഇസ്ലാമി മറ്റ് രാജ്യങ്ങളിൽ ഒരു പാർട്ടിയാണ്. കേരളത്തിലെ മൊത്തം മുസ്ലിംസിൽ ഈ ജമാഅത്തെ ഇസ്ലാമിയും അതുമായി സഹകരിച്ചു പോകുന്ന വെൽഫെയർ പാർട്ടിയുടെയും കൂടെ ആകെയുള്ളത് മൊത്തം മുസ്ലിംസിന്റെ 1 or 2% പോലും ഇല്ല. ജമാഅത്തെ ഇസ്ലാമിയെ കുറ്റപ്പെടുത്താൻ, അവരുടെ ഐഡിയോളജിയെ വിമർശിക്കാനും CPM-ന് ധാർമ്മികമായ യാതൊരു അർഹതയില്ല. ഇവരുടെ ഈ വർഗീയത, കറപ്ഷൻ, ഇതേക്കുറിച്ചുള്ള സങ്കല്പങ്ങളൊന്നും ഇനി ആളുകൾ വിശ്വസിക്കാൻ പോകുന്നില്ല. കേരളത്തിലെ പാർട്ടിയുടെ അനിഷേധ്യനായ നേതാവ് വിജയനാണ്. അപ്പം വിജയൻ പറയുന്നത് അവസാനത്തെ വാക്യമാണ്. ഈ കഴിഞ്ഞ ദിവസം CPM-ന്റെ മുതിർന്ന നേതാവ് AK ബാലൻ നടത്തിയ പരാമർശം വലിയൊരളവിൽ വിവാദമായിരുന്നു. വരുന്ന തെരഞ്ഞെടുപ്പിൽ UDF ആണ് അധികാരത്തിലെത്തുന്നതെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും ആഭ്യന്തരം കൈകാര്യം ചെയ്യുക എന്നുള്ള തരത്തിലാണ് അദ്ദേഹത്തിന്റെ പരാമർശം വ്യാഖ്യാനിക്കപ്പെട്ടത്. എന്തുകൊണ്ടാണ് CPM-ന്റെ നേതാവിൽ നിന്ന്, അതായത് വർഗീയതയ്ക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്നു എന്ന് പറയുന്ന CPM-ന്റെ നേതാവിൽ നിന്ന് ഇത്തരത്തിലൊരു പരാമർശം ഉണ്ടായത്? ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മളോട് പ്രതികരിക്കുന്നത് എഴുത്തുകാരനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ഡോക്ടർ റഷീദ് പാനൂരാണ്. അദ്ദേഹത്തിന്റെ വാക്ക്. തീർച്ചയായും ഇടത് നേതാവോ ഈവൻ കേരളത്തിലെ ഒരു RSS തിയറിറ്റീഷ്യനോ അല്ലെങ്കിൽ RSSന്റെ പ്രവർത്തകനോ അല്ലെ BJP-യുടെ നേതാവോ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാൻ സാധ്യതയില്ല. ആദ്യമായിട്ട് ഒരുപക്ഷെ ബാലൻ അറിയാതെ പോയത് കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചാണ്. സാധാരണ മതങ്ങളിൽ സെക്റ്റുകൾ ഉണ്ടാകും, വിഭാഗങ്ങൾ ഉണ്ടാകും. അതിൽ ക്രിസ്ത്യാനിറ്റിയിൽ 10-12 വിഭാഗങ്ങളുണ്ട്. കേരളത്തിലെ മുസ്ലിംസിൽ 7-8 വിഭാഗങ്ങളുണ്ട്. അതിലൊരു സെക്ട്, ഒരു വിഭാഗമാണ് ജമാഅത്തെ ഇസ്ലാമി. പക്ഷേ കേരളത്തിലെ മഹാഭൂരിപക്ഷം മുസ്ലിംസും 2 ട്രഡീഷണൽ സുന്നി വിഭാഗത്തിലാണ്. അതിൽ EK വിഭാഗം, AP വിഭാഗം. കേരളത്തിൽ ഏതാണ്ട് 85 to 90% മുസ്ലിംസും ഈ 2 വിഭാഗങ്ങളിലാണ് ഉള്ളത്. അതിൽ AP വിഭാഗം സാധാരണ അവരുടെ ഒരു താല്പര്യവും അവരുടെ ഒരു നിലനിൽപ്പിനും വേണ്ടി CPM-ന്റെ കൂടിയാണ് കുറെ കാലമായി നിൽക്കുന്നത്. EK വിഭാഗം UDF-ന്റെ കൂടിയാണ്. പിന്നീട് മുജാഹിദിലെ അനേകം വിഭാഗങ്ങൾ. ജമാഅത്തെ ഇസ്ലാമി എന്നുള്ളത് മറ്റൊരു വിഭാഗമാണ്. തബ്ലീഗ് എന്നൊരു വിഭാഗം വേറെയുണ്ട്. ഇതിൽ ഈ ജമാഅത്തെ ഇസ്ലാമി മറ്റ് രാജ്യങ്ങളിൽ ഒരു പാർട്ടിയാണ്. ബംഗ്ലാദേശ് പോലുള്ള രാജ്യത്ത് പാർട്ടിയാണ്. ഇസ്ലാമിക് ഐഡിയോളജി ഉള്ള ഒരു ഭരണരീതി വേണമെന്നൊക്കെ പറയുന്നവരാണ്. പക്ഷെ കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഇന്നത്തെ സ്റ്റാൻഡ്, ഇതിന്റെ പൂർവികന്മാര് പറഞ്ഞ ഇസ്ലാമിക് വേൾഡ്, ഇസ്ലാമിക് കൺട്രി, ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകൾ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് വേൾഡ്, അതാണ് ഹെവൻ അല്ലെങ്കിൽ പാരഡൈസ് എന്നാണ്. അതുപോലെ ഇസ്ലാമിക് വേൾഡ് ആൻഡ് മുഹമ്മദൻ ലോ എന്ന മൗദൂദ്, ഇതിന്റെ ഫൗണ്ടറുടെ ആശയം ഇന്ന് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയില്ല എന്നാണ് ജമാഅത്തെ ഇസ്ലാമി പറയുന്നത്. ഈ ഒരു വാദഗതികളെല്ലാം നമുക്ക് തള്ളിക്കളഞ്ഞാൽ പോലും കേരളത്തിലെ മൊത്തം മുസ്ലിംസിൽ ഈ ജമാഅത്തെ ഇസ്ലാമിയും അതുമായി സഹകരിച്ചു പോകുന്ന വെൽഫെയർ പാർട്ടിയുടെയും കൂടെ ആകെയുള്ളത് മൊത്തം മുസ്ലിംസിന്റെ 1 or 2% പോലും ഇല്ല. വെൽഫെയർ പാർട്ടി എന്ന ഇവരുടെ പാർട്ടി കേരളത്തിൽ ട്രിവാൻഡ്രത്തോ എറണാകുളത്തോ കോഴിക്കോടോ ഒരു സംസ്ഥാന സമ്മേളനം നടത്തിയാൽ 5000-ൽ കൂടുതൽ ആളുകൾ ഇവർക്ക് ഓർഗനൈസ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെയുള്ള ഒരു സംഘടന, ആ സംഘടനയുടെ റെപ്രസെന്റേറ്റീവ് കേരള മുഖ്യമന്ത്രിയാവെന്ന് പറയുന്ന ഒന്നാമത് വലിയ, അതായത് നിരക്ഷരത അല്ലെങ്കിൽ അൺലെറ്റേഡ് ആയ ഒരാൾക്ക് പോലും അത് പറയാൻ കഴിയില്ല. രണ്ടാമത് ജമാഅത്തെ ഇസ്ലാമിയെ കുറ്റപ്പെടുത്താൻ, അവരുടെ ഐഡിയോളജിയെ വിമർശിക്കാനും CPM-ന് ധാർമ്മികമായ യാതൊരു അർഹതയില്ല. ഞാനൊരു സംഭവം പെട്ടെന്ന് ഓർമ്മയിലെത്തുന്നു. ഏതോ ഒരു ചാനൽ ചർച്ചയിൽ നമ്മുടെ സാംസ്കാരിക നായകൻ കാരശ്ശേരി മാഷ് പിണറായി വിജയന്റെ മകളെ ഭർത്താവിനോട് ചോദിച്ചു, ജമാഅത്തിനെ കംപ്ലീറ്റ് നിങ്ങൾക്ക് തള്ളി പറയാൻ പറ്റുമോ? അയാൾ മിണ്ടിയില്ല. കാരണം എൻ്റെ സ്വന്തം നാടായ മുക്കത്ത് ഇന്നല്ല, ഇതിനു മുമ്പ്. അപ്പോൾ ഉടനെ റിയാസ് പറഞ്ഞു, അതെ, അവിടെ വെൽഫെയർ പാർട്ടിയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു, അവിടെ മുനിസിപ്പാലിറ്റി ഞങ്ങൾ ഒന്നിച്ച് ഭരിച്ചിട്ടുണ്ട്, അതൊക്കെ എക്സെപ്ഷണൽ അല്ലേ? പോട്ടെ, എക്സെപ്ഷണലായാലും ഉണ്ടായല്ലോ. 10-12 വർഷങ്ങൾക്ക് മുമ്പ് പിണറായി വിജയന്റെ സ്റ്റേറ്റ്മെന്റ് വന്ന ദേശാഭിമാനി പത്രം എൻ്റെ കയ്യിലുണ്ട്. അതിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ജമാഅത്തെ ഇസ്ലാമി കേരളത്തിലെ ഒരു സാംസ്കാരിക സംഘടനയാണ്. ജമാഅത്തെ ഇസ്ലാമിക്ക് മറ്റു രാജ്യങ്ങളിൽ തീവ്രമായൊരു മുഖമുണ്ട്. പക്ഷെ കേരളത്തിലെ ഒരു മുസ്ലിം നവോത്ഥാനത്തിന്റെ പ്രതീകമാണ്. അവർക്ക് ഒരു വർഗീയ ചുവ കൊടുക്കുന്നതിൽ അർത്ഥമില്ല. അത് മാത്രമല്ല, ജമാഅത്തിന്റെ കേരളത്തിലെ അമീർ അടക്കം അബ്ദുറഹിമാൻ സാഹിബും അബ്ദുള്ള സാഹിബും അടക്കം മുമ്പ് AKG സെന്ററിൽ അലയൻസ് ചർച്ച നടത്തിയതിന്റെ എല്ലാ തെളിവുകളും അവരുടെ കയ്യിൽ. ടെക്സ്റ്റ് ബുക്ക് കമ്മിറ്റിയിൽ 15 വർഷം മുമ്പ് അബ്ദുറഹിമാൻ സാഹിബ് ഉണ്ടായിരുന്നു. ഇനി പ്രകടമായ മറ്റൊരു ചോദ്യം, പിണറായി വിജയന്റെ ഒരു പഴയ സുഹൃത്തുണ്ടല്ലോ, അബ്ദുൽ നാസർ മദനി.
അബ്ദുൽ നാസർ മദനിയെയും കൂട്ടി പിണറായി വിജയൻ കേരളം മുഴുവൻ നടന്നു. അന്നും അച്യുതാനന്ദൻ പറഞ്ഞു വിജയ ഇത് വേണ്ട എന്ന്. തകർന്ന് തരിപ്പണമായി പോയി ഇടതുപക്ഷം. അതായത് അബ്ദുൽ നാസർ മദനി ഉണ്ടാക്കിയ ഒരു ടെമ്പോ അത് എത്രത്തോളം പോയിസണസ് ആയിരുന്നു എന്നതിനെ കുറിച്ച് കഴിഞ്ഞ വർഷമാണ് കണ്ണൂരിലെ CPM-ന്റെ അനിഷേധ്യനായ നേതാവ് P. ജയരാജൻ പുസ്തകം എഴുതിയത്. ഒരു കാലഘട്ടത്തിലെ ചെറുപ്പക്കാരെ എത്രമാത്രം മിസ്ഗൈഡ് ചെയ്തിട്ടുണ്ട് അബ്ദുൽ നാസർ മദനി, എത്രമാത്രം മിസ്ലീഡ് ചെയ്തിട്ടുണ്ട് എന്ന് ഗോവിന്ദ മാഷ് ഈ പുസ്തകത്തെ കുറിച്ച് പറഞ്ഞത്. ഈ പുസ്തകം അദ്ദേഹത്തിന്റെ P. ജയരാജന്റെ മാത്രം അഭിപ്രായമാണ്. കാരണം മദനിയുടെ സ്പീച്ച് വളരെ പ്രൊവോക്കേറ്റീവ് ആയിരുന്നു ഒരു കാലഘട്ടത്തിൽ. പക്ഷേ മദനി അതെല്ലാം തിരുത്തിയിട്ടുണ്ട്. അങ്ങനെ തിരുത്തിയെന്ന് ഒരു RSS ബുദ്ധിജീവി പറഞ്ഞാൽ ഇവർ RSSനെ അല്ലെങ്കിൽ BJPയെ മുന്നണിയിലെടുക്കൂ. അതായത് PDP ഇപ്പൊ ഇവരെ മുന്നണിയിലുണ്ട്. ലീഗിന് തീവ്രത പോരാ എന്ന് പറഞ്ഞ് മുസ്ലിം ലീഗ് വിട്ടുപോയ ഒരു വിഭാഗമാണ് INL. ഈ മുന്നണിയിൽ വരാൻ 25 വർഷം എടുത്തു. എന്തുകൊണ്ടാണ് 25 വർഷം എടുത്തത്? അച്യുതാനന്ദൻ ചൂരലുമായി നിൽക്കും. കാരണം ഈ സംഘടന ഈ മുന്നണിയിൽ വേണ്ട. അച്യുതാനന്ദൻ സൈഡായി മാറിയപ്പോൾ INL ഈ മുന്നണിയിൽ വരുന്നു. INL-ന് ഒരു മിനിസ്റ്ററേയും കൊടുക്കും. അപ്പൊ ഇവരുടെ ഈ വർഗീയത, കറപ്ഷൻ, ഇതേക്കുറിച്ചുള്ള സങ്കല്പങ്ങളൊന്നും ഇനി ആളുകൾ വിശ്വസിക്കാൻ പോകുന്നില്ല. കാരണം കേരള സംസ്ഥാനം രൂപം കൊണ്ടതിന് ശേഷം ഒരൊറ്റ രാഷ്ട്രീയ നേതാവിനെ സുപ്രീം കോടതി കള്ളനാണെന്ന് പറഞ്ഞ് ജയിലിൽ അടച്ചിട്ടുള്ളൂ. ഹൈക്കോടതി പറഞ്ഞവരുണ്ടാവും. സുപ്രീം കോടതിയിൽ ബാലകൃഷ്ണപിള്ളയെ കയറ്റിയതാരാണ്? VS അച്യുതാനന്ദൻ. സുപ്രീം കോടതി കറപ്റ്റഡ് എന്ന് പറഞ്ഞ് ശിക്ഷിച്ച ആളാണ്. അപ്പോ അദ്ദേഹം പുറത്തു വന്നു. അപ്പോഴേക്കും അച്യുതാനന്ദൻ സൈഡായിരുന്നു. അദ്ദേഹത്തിന് ഇല്ലാതൊരു വകുപ്പുണ്ടാക്കുകയാണ്. അതായത് സവർണ ഹിന്ദുക്കളുടെ പ്രശ്നം പരിഹരിക്കാൻ. അങ്ങനെ ഒരു മിനിസ്റ്റർക്ക് തുല്യമായ എല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കുന്നു. അദ്ദേഹം മരിച്ചപ്പോൾ 5 കോടി രൂപ ഖജാനാവിൽ നിന്ന് നീക്കിവെച്ചു. പക്ഷേ സ്മാരകം പണിതിട്ടില്ല. കാരണം ഒരുപാട് കോടികളുടെ ആസ്തിയുള്ള ആളാണ്. ഖജാനാവിൽ നിന്ന് സ്മാരകം പണിത് കൊടുക്കേണ്ട കാര്യമൊന്നും ബാലകൃഷ്ണ പിള്ളയ്ക്കില്ല. അപ്പൊ കറപ്ഷനെ വിമർശിക്കുന്ന ആളുകൾ ഞങ്ങളുടെ മിനിസ്ട്രിയിൽ കറപ്ഷൻ ഉണ്ടാവില്ല എന്ന് പറയുന്ന ഒരാൾക്ക് ഈ ബാലകൃഷ്ണ പിള്ളയുടെ കാര്യം എന്താ പറയാ? ബാലകൃഷ്ണ പിള്ളയുടെ മകന്റെ കാര്യം ഗണേഷ് കുമാർ, ഒരു പത്തനാപുരം എന്നുള്ള ഒരു മണ്ഡലം, ആ മണ്ഡലം പിടിക്കാൻ വേണ്ടിയാണ് ഇത്രയൊക്കെ കാര്യങ്ങൾ CPM ചെയ്യുന്നത്. ഇതിപ്പോ വിജയന്റെ ഒരു വൺ മാൻ ഷോ ആണ്. സ്റ്റാലിൻ എന്നൊക്കെ പറയുന്ന പോലെ വിജയനിലേക്ക് പാർട്ടി കംപ്ലീറ്റ് വിജയനിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. അദ്ദേഹമാണ് ഇതിന്റെ അവസാനത്തെ വാക്ക്. അതിനപ്പുറം അദ്ദേഹത്തിന്റെ തലക്ക് മുകളിൽ ഒരൊറ്റ പരുന്തും പറക്കില്ല. ഈ അവസ്ഥയിൽ പോയാൽ, കാരണം ഇതിൽ നിന്നൊരു ഒരു പ്രോസസ് വരണ്ടേ, ഒരു കുറച്ചൊക്കെ ഡെമോക്രാറ്റിസ്ഡായ ഒരു പ്രോസസ് വരണ്ടേ. പക്ഷെ അത് വരാൻ സാധ്യതയില്ല. ശൈലജ ടീച്ചറൊക്കെ വീണ്ടും വിജയനെ സൂചിപ്പിക്കുകയാണ്. കാരണം എൻ്റെ പിറക്കാത്ത മകനാണ്. അപ്പോൾ അടുത്ത അസംബ്ലി ഇലക്ഷനൊക്കെ കണ്ടു തന്നെ അറിയേണ്ടി വരും. കാരണം കേരളത്തിൽ മാത്രമേ പാർട്ടിയുള്ളൂ. കേരളത്തിലെ പാർട്ടിയുടെ അനിഷേധ്യനായ നേതാവ് വിജയനാണ്. അപ്പം വിജയൻ പറയുന്നത് അവസാനത്തെ വാക്യമാണ്.